അത് മാത്രമല്ല ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ഞാൻ LLB പാസ്സായത് അല്ല രാവേട്ടാ? ഏത് റാങ്ക്? ഫസ്റ്റ് റാങ്ക്. ആ മിടുക്കൻ. അതുകൊണ്ട് ഈ കേസിന്റെ കാര്യം പറഞ്ഞൊന്നും എന്നെ വരട്ടരുത്. 95%, അതായത് 95% ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞു കൂടേ. അതെ അതെ, ഞങ്ങളുടെ ബോസായിട്ട് പറയല്ല, നിയമത്തിന്റെ കാര്യത്തിൽ സാറ് അതോറിറ്റി തന്നെയാ. സാറ് കോടതി വാദിക്കുന്നത് കാണാൻ തന്നെ എത്ര ഒരു കൂടുമെന്ന് അറിയാമോ? രാജകലയല്ലേ, ജീനിയസാ. ഓവറാക്കാതെ ജൂനിയേഴ്സ് ആണെന്ന് കരുതി ഞാൻ തരുന്ന സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യരുത്. ചെയ്യൂ? അല്ല, ചെയ്യൂല. സ്മോൾ വഴി, സ്മോൾ വഴി. ഇതേത് രാഗമാണെന്ന് അറിയോ? എനിക്ക് ഒരു പിടിയുമില്ല. പിടികാണില്ല. അല്പം സ്വല്പം വിവരമുള്ളവർക്ക് സംഗീതം മനസ്സിലാവൂ അല്ലേ രാവേട്ടാ? അതെ അതെ. പ്രകാശ് മതി, വളരെ കൂടുതലായി. ഏയ് എന്റെ കൈമൾ സാറേ, ഫുൾ ടാങ്ക് അടിച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല കണ്ടീഷൻ ബോഡിയാ. പ്രകാശ് വന്നേ. ടക്കെന്നൊരു സ്മോൾ വഴി. എന്തായത്? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കേസിനെ അത്ര ലൈറ്റായി ഞങ്ങൾക്ക് കാണാൻ കഴിയും. സോറി ബ്രദർ, ഇത്തരം സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സ്പോയിൽ ചെയ്യാനുള്ളതല്ല ഈ ഈവനിങ്. പ്രകാശ് തെറ്റിദ്ധരിക്കരുത്. ആ SP രാജശേഖരൻ നമ്മളെ ട്രാപ്പ് ചെയ്ത് അടങ്ങുമെന്ന മട്ടാണ്. അതൊക്കെ എനിക്ക് വിട്ടു തന്നേരെ. ഐ വിൽ മാനേജ് ഇറ്റ്. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഊരി തന്നിട്ടില്ലേ? പിന്നെ ഇത് നോ പ്രകാശ്, ഇത്തവണ തെളിവുകളെല്ലാം നമുക്കെതിരാണ്, അത് ഓർമ്മ വേണം. പ്രതികൂലമായിട്ടുള്ള തെളിവുകൾ അനുകൂലമായിട്ടുള്ള തെളിവുകളാക്കി മാറ്റും. ദാറ്റ് ഈസ് അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ്. മോനെ ഒന്ന് സമാധാനിപ്പിച്ചോളാം കൈമൾ സാറേ. ഗുഡ് നൈറ്റ്. ഞങ്ങൾ പോട്ടെ. അല്ല ഇവര് നിങ്ങൾ എങ്ങനെ പോകും? ഞങ്ങൾ ഓട്ടോയിൽ പോകോളാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് ശരി, നിങ്ങൾ ഓട്ടോ പോയി. അത് ശരിയല്ല. അത് ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു ഓട്ടോ പോയിക്കോ. നമ്മളെങ്ങനെ പോവും? നമ്മൾ കാറ് പോവും. ആര് ഡ്രൈവ് ചെയ്യും? ഞാൻ ഡ്രൈവ് ചെയ്യും. അത് ശരി. ഇത് നല്ല പ്രവണത. കള്ളു കുടിക്കുന്നവരെ ഞാൻ ഓട്ടണം, കള്ളു കുടിച്ചാൽ കുട്ടനെ ഓട്ടണം. ഈശ്വരനാണ് സത്യം. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ എന്നെ പട്ടിനെ വിളിക്കുന്നവരെ വിളിച്ചോ. കൊറേ ഞാൻ സഹിക്കുന്നു, കൊറേ ഞാൻ സഹിക്കുന്നു. ശരി, ഞാൻ ഓടിക്കുന്നില്ല. പറയുന്ന മനസ്സിലാക്കി അങ്ങോട്ട് വാ. ഞാൻ ഓടിക്കുന്നില്ല. അങ്ങോട്ടിരിക്കും, 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 അങ്ങോട്ടിരിക്കും. കാലി 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 അവിടെ ഇരിക്കും കേട്ടാ. മുതിർന്നവർ പറയുമ്പോ മനസ്സിലാക്കണം. ഇത് എന്തൊരു സങ്കടമാണ് പറഞ്ഞാലും. അയ്യോ വൈപ്പർ വഴി മഴ പെയ്താ പിന്നെ അപ്പയിടണ്ടല്ലോ. പിന്നെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണ്. ആരുടെ? ആരുടെ? എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണെന്ന്. എവിടെ? എന്താ ചെയ്യ ഭഗവാൻ. ഇതാ സ്വിച്ച് ഇവിടെ. എന്താ ചെയ്യേണ്ട? ഓഫ് ചെയ്യണോ? അത് പറഞ്ഞാ പോരെ. ഞാൻ അതല്ല പറഞ്ഞത്. ഇതിന്റെ സ്വിച്ച് എവിടെയാണ്? സ്വിച്ച് ഇതാ ഇവിടുന്ന് രണ്ടാമത്. അയ്യോ അങ്ങോട്ട് പോരെ മതി. എങ്ങോട്ടാ എങ്ങോട്ടാ? വീട് ഇവിടെ ഇങ്ങോട്ടാ. എനിക്കറിയാം. എത്ര പൂച്ചട്ടിയാ പൊട്ടിച്ചത്? ആരെ? പൊട്ടേ. അതെ, അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം രാഘവേട്ടനെ മനസ്സിലാക്കി തരാനാ ഞാൻ അങ്ങനെ ഓടിച്ചു. വണ്ടിയിലിരുന്ന് സ്വർഗം കാണിയിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട് സ്വർഗം? കൊള്ളാം.
കൊള്ളാ. നമ്മൾ എപ്പോ വണ്ടി ഓടിച്ചാലും നല്ല കെയർഫുൾ ആയിട്ട് ഓടിക്കാവുള്ളൂ. ആ. ദൂരെ നിന്നൊരു വണ്ടി വന്നാൽ ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ആയി അങ്ങ് ഓടിക്കണം. ആ ആ ആ പേടിപ്പിക്ക. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. വരൂല വരൂല. ആ വേണ്ട വേണ്ട. വായ കഴിട്ട് കീറുന്നോ? എന്തൊരു സങ്കടം. ഇവിടെ വാ, ഇങ്ങോട്ട് നടക്ക്. തള്ളണോ? അല്ല അല്ല അല്ല. അയ്യോ, ഇതാ പോണ, ഇതാ പോണ. ഈ കണ്ട പൂച്ച അവിടെ റൂം അവിടെ കേട്ടോ. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. എന്താ ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല. അതെന്താ ക്ഷീണിക്കുന്നറിയാവോ? അതിന്റെ രീതി ചെയ്യണം. ഇത് ശരിയല്ല. ഇതാ നോക്ക്, ഇതാ ചെസ്റ്റ്, ഹാൻഡ് ഇങ്ങനെ പിടിക്കണം കേട്ടാ. ഹിപ്പ് ലുക്ക് ഇങ്ങനെ ആയിരിക്കണം. എന്നാ ഒന്ന് ചവിട്ടി കാണിച്ചേ. എനിക്ക് ചവിട്ടി കളിക്കാൻ സമയമില്ലെന്ന്. കളിക്കാൻ അടുക്കള പണി വെറുതെ മനുഷ്യൻ. അമ്മേ, ഗുഡ് മോർണിംഗ് മദർ. കാപ്പി. എന്താ ഒരു ഗൗരവം? ഇന്നലെ ഞാൻ വന്നതൊന്നും അറിഞ്ഞില്ല. ഭയങ്കര ഉറക്കമായിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. നീ ഇന്നലെ എത്ര മണിക്കാ വന്നേ? ഞാനൊരു 10 മണിയായി കാണും അല്ലേ? 10, 10:30, 11 മണിയായി. 11? ഒരു 11:30, 12 ആയി കാണും. അവിടെ ഉറപ്പിക്കാം. എടാ, ഇവൻ ഇന്നലെ പൊട്ടിച്ച പൂച്ചട്ടികളും ടേബിൾ ഡാമും നീ എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? പൂച്ചട്ടികള് ഓ, എന്തൊരു രാഗവിസ്താരമായിരുന്നു. അല്ല, ഈ അർദ്ധരാത്രിയിൽ അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് വകുപ്പാ നിന്റെ ശിക്ഷാ നിയമത്തില്? അമ്മേ, അത് പിന്നെ കൈമൾ സാർ വളരെ വേണ്ട നിർബന്ധിച്ചപ്പോ. വേണ്ട വേണ്ട വേണ്ട. നീ ആരുടെ മേലും പഴി ചാരണ്ട. ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ടെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. സോറി അമ്മേ, വെരി സോറി. ഇന്നലെ ഡോസ് അല്പം കൂടി പോയി. ഇത് അമ്മയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വേണ്ട, വേണ്ട. നിന്റെ സത്യം ഒന്നും എനിക്ക് കേൾക്കുകയേ വേണ്ട. കേൾക്കണം. ഇന്ന് മുതൽ ഞാൻ മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല അമ്മ അങ്ങനെയൊന്നും പേടിക്കണ്ട. ഞാൻ അതിന്റെ ഡോസ് കുറയ്ക്കും. കേട്ടാ കേട്ടാ, ഇതാ ഞാൻ പറഞ്ഞത്. നോക്കിയേ അമ്മ, ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നോക്കിയേ, ശരിക്കും നോക്കിയേ. പോയി കുളിച്ച് റെഡിയാകും. നന്നായി. കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ 2 വർത്താനം പറഞ്ഞത് വളരെ നന്നായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരാവശ്യമാണ്. നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട. അവനെ വഷളാക്കുന്നതിൽ നിനക്കും ഉണ്ടൊരു പങ്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദിക്കുക, സാറ് സ്വല്പം കഴിക്കും, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സ്വല്പം കഴിച്ചാൽ തന്നെ അത് ജോലിയെ ബാധിക്കുന്നില്ലല്ലോ. ഇനി അഥവാ ജോലിയെ ബാധിച്ചാൽ തന്നെ എന്താണമ്മേ, ഞാൻ അതിന് കൂട്ടു നിൽക്കുവോ? പൊയ്ക്കോ അവിടുന്ന്. അമ്മേ, അതെ വേണ്ട. ഹലോ, ആ ദൂരദർശൻ കേന്ദ്രൻ അല്ലേ? അല്ലേ, നീ നേരത്തെ പറഞ്ഞോളാ. ഓടാന്നോ? അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമ മേഘമേ നീ ഏതു കുല സ്നേഹ തൂത്തുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് TV-യിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ? ശ്യാമ മേഘമേ വാ യദുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. സോറി. അതെന്ത് സോറി ആശാനെ?
അതെ എനിക്കേ ഹലോ എനിക്കേ പിന്നെ എന്തിനാ അറിയിക്കാന് അത് പ്രതികരണത്തിൽ എഴുതി ചോദിച്ചാൽ മതി. എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ, നേരിട്ട് അറിയിക്കണം. താൻ ആരുവാ? ഞാൻ ആരാന്നോ? എടോ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിന്റെ മൗലികാവകാശ എനിക്ക് നേരിട്ട് അറിയിക്കണം. അതിന്റെ അഡ്രസ് തനിക്ക് കല്യാണം കഴിക്കാനാണോ? ആ കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആ പരിപാടി ഇറങ്ങി കെട്ടായപ്പോതിനെ കുറിച്ച് എന്ത് പറയുന്നു? താൻ ആരാ? ഞാൻ ആരാന്നോ? ഞാനോ? ഞാൻ നിന്റെ തന്ത. വളരെ മോശമായിപ്പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അയാൾ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ. ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയാം? താൻ ആരുവാ? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാനോ? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു എന്തൊരു ആശ്വാസം. അതാണ് അമ്മ അതിന്റെ കാര്യം. നമ്മൾ എത്ര വിചാരിച്ചാലും നന്നാവില്ല. പഠിച്ചല്ലേ പാടുള്ളൂ. ചായ. ഡോക്ടർ KS മേനോന്റെ മോളാ. ആരെ? ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ്? ഗിരിനഗറിലാ താമസം. ഇതുപോലൊരു അമ്മ എവിടുന്ന് കിട്ടു? മോൻ മനസ്സിൽ കാണുന്നൊക്കെ എക്സ്റേ എടുക്കുമ്പോഴല്ലേ എടുക്കുന്നത്? അമ്മയടുത്തെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഞാനെന്ത് ഞാനൊന്നും അമ്മയടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ? ഈശോനോട് അയ്യപ്പനോട് സത്യം ഞാനൊന്നും പറഞ്ഞു. പിന്നെ അവിടെ സംസാരിച്ചോണ്ടിരുന്നോ? അയ്യോ, അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ പറഞ്ഞതാ. ഇതാണ് പറഞ്ഞു രാത്രിയായാലും ഇത്ര ബോധമൊക്കെ വേണമെന്ന്. അയ്യേ, ആ ഫോൺ എടുത്ത ആളുടെ തന്തയ്ക്ക് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ? പിന്നെ ആകെ നാണക്കേടായി. ഏതായാലും ആ ദൂരദർശൻകാർ കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, ഇനി എപ്പോഴാ കല്യാണം? ആരുടെ? എന്റെ മോനെ കാള വാല് വെക്കുന്ന കണ്ടാൽ അറിയില്ലേ? രാഘവേട്ടാ, കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാറിലോ? കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതൊരു പ്രേമ വിവാഹമായിരിക്കണം. ഒരു കുട്ടിയെ കാണുക, അതുമായി ഇഷ്ടത്തിലാകുക, അമ്മയില്ല അമ്മയില്ല, പരസ്പരം അറിയുക, ആ പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ത്രിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മതിയെന്നേ. പക്ഷെ അതിനു മുമ്പ് ആദ്യം ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അറിയണമല്ലോ. അതിനൊക്കെ വഴിയുണ്ടെന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടെന്ന്. ഞാനിവിടെ ഒറ്റ വെച്ചു. അയ്യോ അമ്മേ, ഞാൻ എത്ര ദൂരത്ത് വരുമെന്നറിയോ? ദൂരദർശൻ കേന്ദ്രത്തിന്റെ അവിടുന്ന് ഓട്ടോ കയറി, ബസ് കയറി, ഇതെവിടെ എത്തിയപ്പോ ഐസ്ക്രീം ബാർ കയറി ആ കുട്ടി. അതിനെന്താ, അവര് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അയ്യയ്യേ, അത് കഴുതി കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, മെല്ലെ ഐസ്ക്രീം ബാർ കയറി ഒരു ഐസ്ക്രീം വാങ്ങി, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പരിപാടി. അയ്യ, അതൊക്കെ ഒരുമാതിരി. അയ്യേ, എന്തൊരു മാതിരി. അങ്ങോട്ട് ചെല്ല്. പോട്ടെ, ഇനി ഇങ്ങനത്തെ ചാൻസ് കിട്ടില്ല കേട്ടോ. അച്ഛനാണോ സത്യം? ധൈര്യമായിട്ട് ചെല്ല്, ധൈര്യമായിട്ട്. ഞാൻ അനുഭവിച്ചു. ചെല്ല്. ഒരു ഐസ്ക്രീം. ഏതാ വേണ്ടത്? ഏതാ ഉള്ളത്? വെനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, പിസ്ത, ബട്ടർ സ്കോച്ച്, ചോക്കോബാർ എല്ലാം ഉണ്ട് സാർ. ഏതാ വേണ്ടേ? മിസ് രാധികയല്ലേ? അതെ, വരട്ടെ. ഈ ടിവിയിലൊക്കെ അതെ സാർ, അതെ. അല്ല സാർ, എക്സ്ക്യൂസ് മീ, ടിവിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. കൺഗ്രാചുലേഷൻ. താങ്ക്സ്. ഡോക്ടർ KS മേനോന്റെ മകളല്ലേ? അതെ, അച്ഛനറിയോ? കൊള്ളാം. ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ? ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മൂമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത്. പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാനുള്ളത്. പുള്ളി ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല, അത്ര കൈപ്പുണ്യമുള്ള ആളാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗഡോക്ടറാണ്. അതെ.